ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലായിരുന്നു പഞ്ചിന്റെ ജനനം. ഒരു കുഞ്ഞു കുരങ്ങൻ ജനിക്കുമ്പോൾ സാധാരണയായി അമ്മയുടെ നെഞ്ചോട് ചേർന്ന് ആ ചൂടേറ്റാണ് വളരേണ്ടത്. എന്നാൽ പഞ്ചിന്റെ കാര്യത്തിൽ വിധി മറ്റൊന്നായിരുന്നു. പഞ്ച് ജനിച്ച് അധികം വൈകാതെ തന്നെ അവന്റെ അമ്മ അവനെ നിരസിച്ചു. വിശന്ന് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓരോ തവണ ചെല്ലുമ്പോഴും ആ അമ്മക്കുരങ്ങ് അവനെ തള്ളിക്കളഞ്ഞു. സ്വന്തം അമ്മയുടെ സ്നേഹവും തണലും ലഭിക്കേണ്ട പ്രായത്തിൽ പഞ്ച് പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടുനിന്ന മൃഗശാലാ ജീവനക്കാരുടെ മനസ്സലിഞ്ഞു. അമ്മ ഉപേക്ഷിച്ച പഞ്ചിനെ ജീവനക്കാർ ഏറ്റെടുത്തു. അവർ അവന് കുപ്പിപ്പാൽ നൽകി, തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ മൃദുവായ ബ്ലാങ്കറ്റുകൾ നൽകി. ഒരമ്മയെപ്പോലെ അവർ അവനെ പരിപാലിച്ചു. എങ്കിലും തന്റെ വർഗത്തിൽപ്പെട്ട ആരുടെയെങ്കിലും സാമീപ്യം പഞ്ച് വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. അവനെപ്പോഴും എന്തോ തിരിയുന്നതുപോലെ തോന്നി. പഞ്ചിന്റെ ഈ സങ്കടം മാറ്റാനാണ് ജീവനക്കാർ ഒരു ഒറാങ്ങുട്ടൻ പാവയെ അവന് കൂട്ടായി നൽകിയത്. തുടക്കത്തിൽ ആ വലിയ പാവയെ കണ്ട് പഞ്ച് ഒന്ന് പകച്ചുനിന്നു. പതുക്കെ പതുക്കെ പഞ്ച് ആ പാവയോടടുത്തു. ജീവനില്ലാത്ത ആ പാവയിൽ അവൻ തന്റെ അമ്മയെ കണ്ടു. പിന്നീട് പഞ്ചിന്റെ ലോകം ആ പാവയായിരുന്നു. തന്നെക്കാൾ വലിപ്പമുള്ള ആ പാവയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന പഞ്ചിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായി. ആ കാഴ്ച ലോകമെമ്പാടുമുള്ള ആളുകളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. സോഷ്യൽ മീഡിയയിൽ #പഞ്ച് എന്ന പേരിൽ അവൻ തരംഗമായി. അമ്മ ഉപേക്ഷിച്ചെങ്കിലും ലോകം നിന്നെ ഏറ്റെടുത്തു എന്നായിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഒടുവിൽ പഞ്ച് ആ പാവയുടെ സഹായത്തോടെ തന്റെ ഏകാന്തതയെ മറികടന്നു. ഇന്ന് പഞ്ച് ആ പഴയ പേടിത്തൊണ്ടനല്ല. അവൻ വളർന്നു, മറ്റു കുരങ്ങുകൾക്കൊപ്പം സന്തോഷത്തോടെ കളിച്ചു നടക്കുന്നു. അമ്മയില്ലാത്ത സങ്കടത്തെ ഒരു പാവയുടെ സഹായത്തോടെ മറികടന്ന പഞ്ചിന്റെ കഥയെന്നും ഒരു വലിയ അതിജീവനത്തിന്റെ അടയാളമായി നിലനിൽക്കും.